പത്തനംതിട്ട ആറന്മുളയിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണം. മാലക്കരയിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് ഒരാൾക്ക് പരിക്ക്. നടന്നു പോകുന്നതിനിടെ പുറകിൽ നിന്നെത്തിയ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഈ ശബ്ദം കേട്ട് എന്താണ് എന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തലയിടിച്ചാണ് വീണിട്ടുള്ളത്. കാര്യമായ പരിക്കുണ്ടോ? ഈ മാലക്കരയിൽ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമാണോ? ആറന്മുള ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിലാണ് ഈ സംഭവം. CCTV ദൃശ്യങ്ങൾ പ്രകാരം 2 നാൾ മുൻപ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:36 സമയം കാണിക്കുന്നത്. നടന്നു പോകുന്ന ഏറെക്കുറെ 65 വയസ്സിന് മേൽ പ്രായമുള്ള ആളെ പിന്നാലെ എത്തിയ സാമാന്യ വലിപ്പമുള്ള പന്നി ഇടിക്കുകയാണ്. തല കീഴായി അദ്ദേഹം തെറിച്ചു വീഴുകയും തല തറയിലിടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ മേഖലയിലെ ജനപ്രതിനിധിയോട് അടക്കം സംസാരിച്ചെങ്കിലും പരിക്കേറ്റ ആളാരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. സമീപത്തെ വീടിൻ്റെ 2ാം നിലയിൽ നിന്നുള്ള CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റ ആൾക്ക് അത്ര ഗൗരവകരമായ പരിക്കില്ല എന്നു തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നതിൻ്റെ തന്നെ മറ്റൊരു സൂചനയെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആ മേഖലയിൽ മാത്രമല്ല, നാട്ടിൽ പരക്കെ കൃഷിക്ക് യാതൊരു തരത്തിലും കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് മൊത്തത്തിൽ? ഇവിടെ പറഞ്ഞല്ലോ, ഒരു കൃഷി ഞങ്ങൾക്ക് തരത്തില്ല. ഒരു കൃഷി നമ്മൾ എന്തോ ഉറച്ചു വെച്ചാലും വേലി കെട്ടി വെച്ച് വെച്ചാലും ഒരു കൃഷിയും തരത്തില്ല. ഏത്തവാഴയായാലും കാച്ചിലായാലും ചേനയായാലും ചേമ്പായാലും ഒന്നും തരത്തില്ല. ഒന്നും. ഇത്തവണ ഓണത്തിന് കൃഷിയൊന്നും ചെയ്തില്ലയോ? കൃഷി മൊത്തം ചെയ്ത് അത് മൊത്തം കളഞ്ഞു. മൊത്തം. ഞാനാണെങ്കിൽ ഒരു 10,000 രൂപ വളത്തിനും ചിലവാക്കി. പറഞ്ഞല്ലോ, ഇവിടെ പിള്ളേരെ വിളിച്ചിട്ട് 5,000 രൂപ മുടക്കി 4 ചുറ്റു നെറ്റുള്ള പോലുള്ള കൊണ്ടിട്ടു. അത് മൊത്തം പറിച്ച് കളഞ്ഞു. അതുപോലെ എൻ്റെ അനിയൻ്റെയാണ് ആ കൃഷി കാണുന്നത്. അത് മൊത്തം കൂട്ടത്തോടെ വന്ന് അങ്ങ് കയറിക്കൊള്ളുക. കയറി അങ്ങ് ചവിട്ടി മെതിച്ചം കളയുക. കളഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നുക. കപ്പയൊക്കെയാണ് ഇപ്പോൾ ഒന്നും ആകാത്ത പരിപാടി. വെറും വേര് മാത്രമേ ഉള്ളൂ. അത് മൊത്തം പിഴുത് കളഞ്ഞിരിക്കും. കണ്ടാൽ സഹിക്കത്തില്ല. അറിയാം, കാട്ടുപന്നി എന്നുള്ളത് പേരിൽ മാത്രമാണ്. പന്നികളെല്ലാം തന്നെ നാട്ടിലാണ്. അതിന് പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് സ്വകാര്യ തോട്ടങ്ങളിലടക്കം അടിക്കാടുകൾ ഒഴിവാക്കാത്തതിനെ തുടർന്ന് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. മാത്രവുമല്ല, ഇത്തരം ക്ഷുദ്രജീവികളെ പിടിക്കുന്നതിനായി അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതിനായിട്ടുള്ള അധികാരം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ലൈസൻസ് ഉള്ള തോക്കിന് ഉടമകളെ കിട്ടാത്തത് വലിയ തോതിൽ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് ആനന്ദമാലയിൽ നിന്നും നീർവിളാകത്തേക്ക് പോകുന്ന വഴിയിലാണ്. ആൾ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നത്. ശരി, കൃഷി പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈ പ്രദേശത്ത്, ഈ മാലക്കര ഭാഗത്ത് കാട്ടുപന്നി ശല്യമാണ്. നേരത്തെ അഭിലാൽ പറഞ്ഞതുപോലെ കാട്ടുപന്നി എന്നത് പേരിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിലാണ് ഇത് ഉള്ളത് മുഴുവൻ.